ഹരേ കൃഷ്ണ. നമുക്കിന്ന് ഗോവർദ്ധനധാരിയായ കണ്ണൻ്റെ കഥ ഒന്ന് കേട്ടാലോ. അതായത് ആ വൃന്ദാവനത്തിലെ ജനങ്ങളെല്ലാം പശുക്കളെയൊക്കെ വളർത്തിയിട്ട് അങ്ങനെ പാലൊക്കെ കൊടുത്ത് തൈരൊക്കെ കൊടുത്ത് ജീവിക്കുന്ന ആളുകളായിരുന്നു, ഗ്രാമീണവാസികളായിരുന്നല്ലോ, അതറിയാലോ. അപ്പോൾ അവർക്ക് മഴ അത്യാവശ്യമാണ്. മഴ ഉണ്ടെങ്കിലാണ് പുല്ലും ഒക്കെ കിട്ടുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് അവരെല്ലാ വർഷവും ഇന്ദ്രനെ പൂജിക്കുമായിരുന്നു. ഇന്ദ്രനാണ് മഴയുടെ ദേവൻ എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഇന്ദ്രനെ പൂജിക്കുമായിരുന്നു. അങ്ങനെ ഒരു വർഷം വന്നപ്പോൾ നല്ല മഴ വന്നു. ആ മഴ വന്നപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും ഗംഭീരമായിട്ട് പൂജ കൊടുക്കാം ഇന്ദ്രന്, നന്നായിട്ട് മഴ തന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദഗോപരും ഗ്രാമീണവാസികളും എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ആ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആ ഉറക്കത്തിലായിരുന്നു, അത് കേട്ടില്ല. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് എന്താ ഒന്നൊരു ബഹളം എന്ന് ചോദിച്ചു. അല്ല, നമ്മൾ മഴ വന്നതല്ലേ, അപ്പോൾ ഇന്ദ്രനെ ഒന്ന് പൂജിക്കാം, ഇന്ദ്രന് പൂജ പ്രാവശ്യം കൂടുതലായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇന്ദ്രനല്ല മഴ പെയ്യിക്കുന്നത്, നമ്മുടെ തന്നെ അടുത്തുള്ള ഗോവർദ്ധനഗിരി ഉണ്ടായ കാരണമാണ് മഴ നമുക്ക് കിട്ടുന്നത്. കാരണം മഴമേഘങ്ങളെ തടഞ്ഞു വെച്ച് മഴ ഇവിടെ പെയ്യിക്കുന്നത് ഗോവർദ്ധനഗിരിയാണ്. അപ്പോൾ നമുക്ക് ഗോവർദ്ധനഗിരിയെയാണ് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞു. ആദ്യം ഇവർക്കാർക്കും അത്ര അതിന് തൃപ്തി വന്നില്ല. എന്നാലും കണ്ണൻ്റെ വാക്കുകളിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്തായാലും കണ്ണനല്ലേ, കണ്ണൻ പറഞ്ഞത് കേൾക്കാം, ഈ പ്രാവശ്യം നമുക്ക് ഗോവർദ്ധനഗിരിക്കാവാം പൂജ എന്ന് പറഞ്ഞു. ആ വർഷത്തിലെ പൂജ ഗോവർദ്ധനഗിരിക്ക് ചെയ്തു. പക്ഷേ ഇതറിഞ്ഞ ഇന്ദ്രൻ എന്താ വെച്ചാൽ ദേഷ്യം വന്നു. ദേഷ്യം കൊണ്ടിങ്ങനെ ആകെ വിറച്ച് ആൾ പറഞ്ഞു, ഇത്രയും ചെറിയൊരു ബാലൻ്റെ വാക്ക് കേട്ട് എല്ലാവരും എന്നെ പൂജിക്കാതെ ഒരു വെറും പർവ്വതത്തെ പൂജിച്ചുവോ? എന്നാൽ നിങ്ങളെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ചെയ്തു വെച്ചാൽ പെരുമഴയും ഇടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പെയ്തു. ആ സമയത്ത് ഗ്രാമീണരൊക്കെ വിഷമിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ കണ്ണൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, വരൂ എന്ന് പറഞ്ഞിട്ട് ആ ഗോവർദ്ധനഗിരിയുടെ അടുത്ത് ചെന്നിട്ട് തൻ്റെ ഇടത്തെ കയ്യിലെ ചൂണ്ടുവിരൽ കൊണ്ട് ആ പർവ്വതത്തെ അങ്ങനെ പൊക്കി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി എല്ലാവരും ഇതിൻ്റെ അടിയിലേക്ക് വരൂ, ആ പശുക്കളെയും എല്ലാവരും ഇങ്ങോട്ട് വരൂ, നമുക്കിവിടെ നിൽക്കാമെന്ന്. അപ്പോൾ എന്തായാലും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറി നിന്നു. പക്ഷേ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു, ഈ കുട്ടിക്ക് ഇപ്പോൾ അത് അങ്ങനെ മഴയിൽ പിടിച്ച് നിൽക്കാൻ കഴിയുമോ? അപ്പോൾ അവർ വലിയ കമ്പും ഇതൊക്കെ കൊടന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കമ്പ് കൊണ്ട് കുത്തി നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നോക്കി. എന്നാലും അവരുടെ ഒരു ആഗ്രഹത്തിന് ഒന്നിങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ അത് പർവ്വതം താഴേക്ക് വീഴുകയാണ് പിന്നെയും. അപ്പോൾ പിന്നെയും പേടിച്ച് അവരിതായി. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഇടത്തെ കയ്യിലെ ചൂണ്ടുവിരലുകൊണ്ട് ഉണ്ണി അങ്ങനെ ആ പർവ്വതത്തെ പൊന്തിച്ച് നിർത്തി. ആ ഗ്രാമീണരുടെ ഭയം മാറ്റാൻ വേണ്ടിയിട്ട് തൻ്റെ ആ പൊന്നോടക്കുഴലുകൊണ്ട് ഇങ്ങനെ നാദം പൊഴിച്ചു. ആ നാദത്തിൽ മയങ്ങിയിട്ട് എല്ലാ ഗ്രാമീണരും അതിൻ്റെ അടിയിൽ ഇങ്ങനെ നിന്നു. അങ്ങനെ 7 ദിവസം കഠിനമായ മഴ പെയ്യിപ്പിച്ചു ഇന്ദ്രൻ, മഴയും ഇടിയുമൊക്കെ. പക്ഷേ ഇതൊന്നും ഈ ഗ്രാമവാസികൾ അറിഞ്ഞില്ല. കാരണം ഒക്കെ ഉണ്ണിയുടെ ആ ഒരു നാദത്തിൽ ഇങ്ങനെ ലയിച്ചു നിന്നു. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ ആ കാഴ്ചയിൽ ഇങ്ങനെ നിന്നപ്പോൾ വേറെ ഇനി ഒന്നും രക്ഷയില്ല. 7 ദിവസം കഴിഞ്ഞിട്ടും ഇന്ദ്രൻ ഇവർക്ക് ആർക്കും ഒരു അനക്കമില്ലാത്ത കാരണം ഇന്ദ്രൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി വന്നിട്ട് ഇത് എന്തായാലും ഒരു അത്ഭുത ബാലനാണ്, അല്ലാതെ മറ്റാരും അല്ല, വിഷ്ണു തന്നെയാണെന്ന് വെച്ച് ഇനി അഭയം പ്രാപിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ കോപത്തിന് പാത്രമാവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് ഭൂമിയിൽ വന്നിട്ട് കണ്ണൻ്റെ അടുത്ത് വരികയാണ്. കണ്ണൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ ചെയ്തത് അബദ്ധമാണ്, തെറ്റാണ്, എന്നോട് പൊറുക്കണമെന്ന്. ആ ഐരാവതത്തിൻ്റെ പുറത്തിലേറിയിട്ട് ഇങ്ങനെ വന്ന് മാപ്പ് ഇരക്കുകയാണ് കണ്ണനോട്. സാരില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പും കൊടുത്തു. അപ്പോൾ ആ ഒരു കഥയുടെ ആ ഒരു എന്താ പറയുക, കർമ്മം ചെയ്താൽ മാത്രം ഭൂമിയിൽ തന്നെയാണ് എല്ലാം ഉള്ളത് എന്ന് പറയുന്നതാണ് ആ ഒരു ഗോവർദ്ധനഗിരിധാരിയുടെ ഒരു കഥ. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.